Hello everyone. നോ കോസ്റ്റ് EMIൻ്റെ സത്യാവസ്ഥ എന്താണ്? ശരിക്കും ഒരു സ്കാമാണോ? കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ മിക്ക ഇലക്ട്രോണിക്സ് വാങ്ങിക്കുമ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ എല്ലാവരും പറയും നോ കോസ്റ്റ് EMIയിൽ എടുക്കുക, അതാണ് ലാഭം കൂടുതൽ, സേവിങ്സ് കൂടുതൽ. ഇത് ശരിക്കും ഒരു തട്ടിപ്പാണോ അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അത് ഞാൻ മൊത്തം കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോ കോസ്റ്റ് EMI എടുക്കേണ്ട ആളാണോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ബെറ്റർ ആവുന്നതാണ് എല്ലാ കാര്യം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഫൈനാൻസ് സെലക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നോ കോസ്റ്റ് EMIൻ്റെ ഫുൾ സത്യാവസ്ഥ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരും. ആൻഡ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോ കോസ്റ്റ് EMIയിലുള്ള ഹിഡൻ കോസ്റ്റ് എവിടുന്നാണ് വരുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് നഷ്ടം വരുന്നത്, ആൻഡ് ആരാണ് ശരിക്കും നോ കോസ്റ്റ് EMI എടുക്കേണ്ടതെന്നുള്ള ചെറിയ ശതമാനം ആൾക്കാരുണ്ട്. അത് നിങ്ങളാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ഐഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ടിവിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും പർച്ചേസിന് മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരു ചെറിയ അനൗൺസ്മെൻറ്റ്, നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫുൾ അടിപൊളി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് മെയ്ഡ് ഈസി എന്നാണ് കോഴ്സിൻ്റെ പേര്. 6 മണിക്കൂറിൽ മ്യൂച്വൽ ഫണ്ടിൽ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ബിഗിനർ ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്കുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആദ്യത്തെ 100 ആൾക്കാർക്ക് നോ കോസ്റ്റ് 20 എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ 20% ഓഫ് ഉണ്ട്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് പോയിട്ട് കോഴ്സിനെ പറ്റി എല്ലാം മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നോ കോസ്റ്റ് 20 എന്നുള്ള കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട ഫസ്റ്റ് 100 ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ നോ കോസ്റ്റ് EMIൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എല്ലാവരെയും പോപ്പുലർ ഐഫോൺ വാങ്ങിക്കുന്നതിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഐഫോൺ വാങ്ങിക്കുമ്പോൾ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ എന്താണ് അവസ്ഥ, ആമസോണിൽ എന്താണ് അവസ്ഥ, ഇനി വേറെ സ്പെഷ്യൽ HDFC ICICI നോർമൽ കാർഡ്സ് അല്ലാതെ ബജാജ് EMI ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ, ഇതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ, ശരിക്കും സേവിങ്സ് ഉണ്ടോ, കൃത്യമായിട്ടുള്ള ബ്രേക്കപ്പ് ഞാൻ ഷീറ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ മൊത്തം വീഡിയോ കാണാൻ മറക്കരുത്, എന്നാലും സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. അവസാനം ഞാൻ പറഞ്ഞുതരും ഇത് ആർക്കാണ് ബെനിഫിഷ്യൽ, എങ്ങനെ ബെനിഫിഷ്യൽ ആക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വന്തം ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കയറുന്നു. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ഐഫോൺ പ്രോ മാക്സ് 16 ആണ് വാങ്ങിക്കുന്നത്, 16 പ്രോ മാക്സ് ആണ് വാങ്ങിക്കുന്നത്. ആൻഡ് നമുക്ക് EMIയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പൈസ കൂടുതൽ എടുക്കും. ആൻഡ് 512 GB എടുക്കുന്നു. അപ്പം ഇവർ എനിക്കെന്താ ട്രേഡിംഗ് ഒന്നും വേണ്ട, ആപ്പിൾ കവറേജ് ഒന്നും വേണ്ട. അവസാനം വരുന്ന MRP നിങ്ങൾക്ക് കാണാൻ പറ്റും 1,64,900. ഓക്കെ, ഇതാണ് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. ആമസോണിൽ കുറച്ചുകൂടി കുറവുണ്ട്, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രം 26,500 പെർ മന്ത് വിത്ത് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇനി നമ്മളെ ഫിനാൻസ് വിത്ത് അലക്സിനെല്ലാം കാണുന്ന ആരെയും നമ്മളെ പറ്റിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എക്സ്പ്ലോർ നോ കോസ്റ്റ് EMI ഞാൻ നിൽക്കുന്നു. ഫസ്റ്റ് തന്നെ വരുന്ന കാർഡിൻ്റെ ഓപ്ഷൻ നോക്കണം, നല്ല രസമുള്ള ICICI ആണ്. ഞാൻ ICICIയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ HDFCയിലേക്ക് പോകാം. HDFC ഒരു പോപ്പുലർ കാർഡാണ്, മിക്കവർക്കും ഉണ്ടാവും അതിൽ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡൊക്കെ. ഇനി നോക്കേണ്ടത് മേലെ നോക്കരുത്. മേലെ അവർ പറയുന്ന അപ് ടു 10,000 rupees ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് എന്നൊക്കെ. അത് ഏതെങ്കിലും കാർഡിൽ ഏതെങ്കിലും സ്കീമിലൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻസ്. HDFCയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 1,64,900 ആണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുത്ത എമൗണ്ട്. 3 months. ഓക്കെ, 3 monthsലേക്ക് വരുമ്പോൾ നമുക്ക് നോ കോസ്റ്റ് EMI വെച്ച് വരുമ്പോൾ സെയിം പൈസ, MRPയിലെ സെയിം പൈസ ആൻഡ് EMI കിട്ടും 3 മാസത്തേക്ക്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 54,000 വരുന്നു, ഇൻക്ലൂഡ്സ് ടോട്ടൽ സേവിങ് ഓഫ് 4,300. ഇവിടെയാണ് ഷോപ്പ് കീപ്പർമാർ നമ്മളെ പറ്റിക്കുന്നത് പൊതുവെ. നമ്മളോട് പറയും 3 മാസം EMI എടുക്കുകയാണെങ്കിൽ സാധാരണ ആൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും 4,300 രൂപ നിങ്ങൾ ഫുൾ ക്യാഷ് അടയ്ക്കുന്നതിനെക്കാട്ടും ലാഭം. കാരണം എന്താണ്, അവിടെ സേവിങ്സ് ഒന്നുമില്ല, ഇവിടെ എന്താണ് 4,300 ലാഭിക്കാനുണ്ടെന്നാണ് അവർ പറയാം. ശരിയാണ്, 4,300 കുറയുന്നുണ്ട്, പക്ഷെ അത് എവിടെ നിന്നാണ് നോക്കണം. ഈ നോ കോസ്റ്റ് EMI എന്നുള്ള സംഭവം ശരിക്കും ഇല്ല. നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ EMI എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ബാങ്ക് ലോൺ തരുന്നു, ലോണിന് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ EMIക്കും ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു 15 to 16% ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നോ കോസ്റ്റ് EMI? അപ്പം EMI ഒരു ലോൺ ആയതുകൊണ്ട് തന്നെ ഈ ഇൻട്രസ്റ്റ് ആരെടുക്കുന്നത്, ഈ 15% വരുന്നത് ഈ കേസിൽ ആപ്പിൾ എടുക്കുന്നു. ആപ്പിൾ കമ്പനിക്കാർ പറയുന്നു ഈ പ്രാവശ്യത്തെ ഇവരുടെ EMIൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ എടുത്തോളാം, അപ്പോൾ അത് കുറച്ച് കൊടുക്കാൻ പറയുന്നു. അപ്പം ബാങ്കുകാർ എന്താണ് 15 to 16% EMI ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അത് ആപ്പിളുകാർ പറയുന്നു ഈ 4,300 രൂപ ആ ഇൻട്രസ്റ്റ് അവർ കുറച്ചോളാം. അപ്പോൾ എന്താണ്, നിങ്ങൾ കൊടുക്കേണ്ട ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് അത് ആപ്പിൾ കുറച്ച് തന്നു. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല. അതാണ് നോ കോസ്റ്റ് EMI. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണം, നിങ്ങൾക്ക് ചാടി കയറി ഇത്രയും വലിയ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 3 മാസമോ 6 മാസമൊക്കെ നോക്കിയിട്ട് ചെറിയ ഇൻസ്റ്റാൾമെൻറ്റ്സ് അടച്ചു കൊടുക്കാം. അപ്പം എക്സ്ട്രാ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയില്ല, ആപ്പിൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഞാൻ 1,64,900 ഫോൺ വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ പൈസ വരുന്നില്ല, കാരണം 4,000 രൂപ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് EMIൻ്റെ. അത് പക്ഷേ ആപ്പിളുകാർ വരുന്നു ഞാൻ എടുത്തോളാം. ഓക്കെ, ഇതുവരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ ഇതിനാണ് ഈ പൈസ കൊടുത്തിട്ട് സെയിം പൈസ കൊടുത്തിട്ട് ഞാൻ ഇതിനാണ് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്, അതിന് പകരം ഞാൻ EMI എടുത്താൽ പോരാ, അങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് പൈസ പോവില്ലല്ലോ, എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല. ഇവിടെയാണ് ട്രിക്ക് ഇരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇത് ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് പോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ്. അത് ആപ്പിൾ അടച്ചു തീർക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല. പക്ഷേ ഈ ഇൻട്രസ്റ്റിന് നമ്മൾ ഒരു GST അടയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ബ്രേക്കപ്പിലേക്ക് പോകാം. ഞാൻ നിങ്ങൾക്കൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ HDFCൻ്റെ നോ കോസ്റ്റ് EMI ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനുണ്ടാവുക. ഓക്കെ,
3 മാസമാണ് നിങ്ങൾക്ക് മന്ത്ലി EMI ഇവിടെ കാണാം. ആൻഡ് നിങ്ങൾക്ക് എത്ര സേവിങ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ്. ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആപ്പിളുകാർ അടച്ച് നമുക്ക് സെറ്റാക്കി തരുന്നത്. അപ്പോൾ 4300 കുറഞ്ഞു. പക്ഷേ ഈ 4300-ൽ 18% GST ഉണ്ട്. അത് ബാങ്കിലേക്കോ ആപ്പിളിനല്ല പോകുന്നത്, ഗവൺമെൻറ്റിനാണ് പോകുന്നത്. പക്ഷേ ആ പൈസ ആരുടെ കയ്യിൽ നിന്ന് എടുക്കും? നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും. അത് ആരും പറയില്ല. ഓക്കെ, അപ്പോൾ മാസാമാസം 3 മാസം നിങ്ങൾക്ക് കുറച്ചായിട്ട് ടോട്ടൽ ഈ 18%, 4300-ന് 18% 700 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അതൊരു എക്സ്ട്രാ ചാർജാണ്, ആരും പറയില്ല. ഓക്കെ, അപ്പം ഏകദേശം 16% ഇൻട്രസ്റ്റ് വരാം. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ചില വെബ്സൈറ്റ്സിൽ ആമസോണിലൊക്കെ നിങ്ങൾക്ക് കാണാം 100-200 രൂപ, ചിലപ്പോൾ 700 രൂപ വരെ പ്രോസസ്സിങ് ചാർജ് ഉണ്ടാവും. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പൊതുവേ ഇല്ല, പക്ഷേ ചില വെബ്സൈറ്റ്സിലുണ്ടാവും. അപ്പോൾ ആ എക്സ്ട്രാ ചാർജും ചിലപ്പോൾ നമ്മളായിരിക്കും എടുക്കേണ്ടി വരാം. അപ്പോൾ അവസാനം 1,69,900 ഫോണിൽ നമ്മൾ നോ കോസ്റ്റ് EMI എടുത്താൽ ഞാൻ എത്ര കൊടുക്കണം ഈ പ്ലാനിൽ? 1,65,674. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും നോ കോസ്റ്റ് EMI ശരിക്കും പറഞ്ഞാൽ നോ കോസ്റ്റ് അല്ല, GST അടയ്ക്കണം ഓൺ ഇൻട്രസ്റ്റ്. അത് നമുക്ക് എവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇൻ ദി എൻഡ് 1,64,900 ശരിക്കത്തെ ഫോൺ നോ കോസ്റ്റ് കൂട്ടിയിട്ട്, ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് കൂടാൻ പാടില്ല, നമുക്കൊരു 774 കൂടി 1,65,674 ഒരു 700 രൂപ GST കൂടി. ഇഫ് പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ആ 100-200 രൂപയും കൂടി, ചെറിയ പൈസ കൂടി. പക്ഷേ എനിക്ക് EMI കിട്ടി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഒരു ചെറിയ പൈസയല്ലേ കൂടിയിട്ടുള്ളൂ, എനിക്ക് EMI കിട്ടുന്നുണ്ട്, ആ ഇൻട്രസ്റ്റ് ആപ്പിൾ എടുക്കുന്നുണ്ട്, ഞാനൊരു ചെറിയ പൈസ കൊടുത്താൽ മതി, വലിയ നഷ്ടമല്ല. ഇവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. നിങ്ങളെ EMI ട്രാപ്പിലേക്കാണ് ഇവർ കൊണ്ടുവന്നത്. 1.5 ലക്ഷത്തിൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ വലിയ പൈസൻ്റെ ഫോണാണ്. നിങ്ങൾ 1.5 ലക്ഷത്തിൻ്റെ ഫോണിന് പകരം ഇപ്പം നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്താണ്? മാസം 54,000 രൂപ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ EMI ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10,000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ മാസം, അല്ലേ? വലിയ EMI 12 മന്ത്സോ 24 ഒക്കെ എടുക്കുകയാണെങ്കിൽ 10,000-നെക്കാളും കുറയും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഐഫോണിൻ്റെ പൈസ മാറി. 1.5 ലക്ഷത്തിൻ്റെ ഫോണല്ല, അത് മാസം 10,000 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ചിലപ്പോൾ ഒരു ചെറിയ ഭാഗമായിരിക്കും അത്. ഇനിയിപ്പം നിങ്ങൾ ഐഫോൺ മാത്രമല്ല നിങ്ങൾ EMI എടുക്കുക, ലാപ്ടോപ്പ് എടുക്കും, ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത് വാങ്ങിക്കാൻ തോന്നും, ചിലപ്പോൾ TV എടുക്കും, ചിലപ്പോൾ ഫ്രിഡ്ജ് എടുക്കും. അപ്പോൾ നിങ്ങളൊരു EMI ട്രാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം സാധനം വാങ്ങിക്കുന്നതിന് വരെ 20,000 പെർ മന്ത് ഉള്ളൂ, 5,000 പെർ മന്ത് ഉള്ളൂ. അങ്ങനെയാവും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്. ഈ തോട്ട് പ്രോസസ്സും വലിയ പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, EMI അടയ്ക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണ്? ഒരു EMI മിസ് ചെയ്താൽ അവിടെയാണ് ക്രെഡിറ്റ് കാർഡ് കമ്പനി നിങ്ങളെ നന്നായിട്ട് ഊറ്റിയെടുക്കുക. സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു മന്തിൽ EMI മിസ് ചെയ്താൽ, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 54,000 രൂപ നിങ്ങൾ മിസ്സായിപ്പോയി ഒരു പ്രാവശ്യം, ഓക്കെ, നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും, നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാവും, പിന്നെ അതുപോരാതെ ഇൻട്രസ്റ്റും ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു ലോൺ എന്നൊക്കെ പറഞ്ഞാൽ 10,000 റുപ്പീസൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ മന്ത് 3-4%, ഓരോ മാസം 3-4% ചെറിയ ഇൻട്രസ്റ്റ്. പക്ഷേ ഒരു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ 35-45% ഇൻട്രസ്റ്റ് വരും. അങ്ങനെ പറഞ്ഞാൽ ലോണിനെക്കാട്ടുമൊക്കെ ഭയങ്കര പൈസയാണ്. നിങ്ങൾ ഒരു EMI മിസ് ചെയ്താൽ അവിടെയാണ് ബാങ്കുകാർ ലാഭം ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി കുറേ ഡിസ്കൗണ്ട് തരുന്നുണ്ട്, ക്യാഷ് ബാക്ക് തരുന്നുണ്ട്, കുറേ ക്രെഡിറ്റ് കാർഡൊക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതൊക്കെ ലാഭമാക്കി എവിടെ നിന്നാണ് ബാങ്ക് തിരിച്ച് പൈസ എടുക്കുന്നത്? ഒരു കാർഡ് പേയ്മെൻറ്റ് മിസ്സായാലും ഒരു EMI മിസ് ചെയ്യാൽ ഭയങ്കര പൈസ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഐഫോണിൻ്റെ കഥയിലെടുക്കുകയാണെങ്കിൽ 3,000 രൂപയാണ്, 3,000-3,500 രൂപയാണ് ഈ HDFCൻ്റെ ഇതിൽ EMI ഒരു പ്രാവശ്യം മിസ് ചെയ്താൽ. ഈ 3,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയ എമൗണ്ടായി തോന്നും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ EMIൻ്റെ 50,000 EMIൻ്റെ ഒരു വലിയ ഭാഗമാണ് 3,000. ഓക്കെ, അത് എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യണം. ഇനി 2 മാസമാണെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് വരും, എക്സ്ട്രാ ചാർജ് വരും, ആൻഡ് അതുപോരാതെ കുറേ എക്സ്ട്രാ പെനൽറ്റീസും വരും. 3 മാസത്തിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഇവർ EMI ക്ലോസ് ചെയ്തിട്ട് വേറെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പം ഈ ഒരു ട്രാപ്പിലേക്ക് വന്നാൽ EMIൻ്റെ ഈ എക്സ്ട്രാ പൈസ അടയ്ക്കണം എന്നുള്ള റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം മിസ് ചെയ്താൽ 3,000-4,000 രൂപ വരെ വരാം. ആൻഡ് അതിങ്ങനെ റോൾ ചെയ്തുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ നിങ്ങൾ ലേറ്റ് ആയാൽ. ഓക്കെ, അപ്പം അതാണ് നെഗറ്റീവ് സൈഡ് എഫക്റ്റ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നോ കോസ്റ്റ് EMIയിൽ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് സെക്കൻഡ് സിനാരിയോയിലേക്ക് വരാം. ആമസോണിൽ ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ, ഓക്കെ, ആമസോണിൽ നിന്ന് കുറേ ആൾക്കാർ വാങ്ങി, കാരണം ഇവിടെ ഐഫോണിൻ്റെ പൈസ കുറവ് തന്നെയാണ്. 1,64,900 വരെ 1,54,900 ആണ്. ഓക്കെ, ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കുറേ ബാങ്ക് ഓഫർ ഉണ്ട്, നോ കോസ്റ്റ് EMI. ഓക്കെ, അവിടുത്തെ ബാങ്ക് ഓഫർ നമുക്ക് നോക്കാം. നോ കോസ്റ്റ് EMIയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ICICIൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്, ആമസോൺ പേൻ്റെ, ICICIൻ്റെ ഡയറക്റ്റ് ഉണ്ട്, SBIൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡിലേക്ക് നേരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം 199 പ്രോസസ്സിങ് ചാർജ് ഉണ്ട്, 190 അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ 200 രൂപ കൂടി. ഇനി EMI കൊടുത്തിട്ടുണ്ട് 6 മാസത്തെ, ആൻഡ് ഇൻട്രസ്റ്റ് കൊടുക്കണം. നോ കോസ്റ്റിൽ ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, പക്ഷേ ലീഗലി ബാങ്കുകാരോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഇൻട്രസ്റ്റ് ഇല്ലാതെ തരാൻ പറ്റില്ല. ആ ഇൻട്രസ്റ്റ് ആരടിക്കും? ആമസോൺ, ആപ്പിളോ നമുക്ക് കുറച്ച് തരും. ഇപ്പോൾ ഇവിടെ നോക്കി ഇൻട്രസ്റ്റ് 6,975, അത് ഡിസ്കൗണ്ട് ആയിട്ട് ഇവർ തരുന്നു. അപ്പോൾ ബേസിക്കലി എന്താണ്, 1.5 ലക്ഷത്തിൻ്റെ ഫോൺ അല്ലെങ്കിൽ 154,900 ഫോൺ അവർ 1.5 ആ സെയിം പൈസയ്ക്ക് തന്നെ തരുന്നു. പക്ഷേ നമുക്കറിയാം ഈ 6,900 രൂപ ഇൻട്രസ്റ്റ് ഉള്ളതിന് ഡിസ്കൗണ്ട് തരുന്നു, പക്ഷെ അതിന് GST ഉണ്ട്. ആ GST ആരടയ്ക്കണം?
ഞാനും നിങ്ങളും അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ കഥയിലേക്ക് വരികയാണെങ്കിൽ ICICIൻ്റെ സെയിം കഥയിലേക്ക് വരാം. 1,54,000 ഐഫോണാണ്. നമ്മൾ 3 മന്ത് എടുക്കുകയാണെങ്കിൽ EMI കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സേവിങ്സ് ആണ്, ബാങ്ക് ഇൻട്രസ്റ്റ് ആണ് കൊടുത്തത്. ഓക്കെ, അതിന് GST ഇത്ര വരിക. 6 മാസമാണെങ്കിൽ 1,200 വരും, 3 മാസമാണെങ്കിൽ 700 വരും. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണ്ട. പിന്നെ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. പ്രോസസ്സിംഗ് ഫീയും 199 മാത്രമല്ല, പ്ലസ് അതിൻ്റെ GST ഉണ്ട്. ഓക്കെ, അതവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ഉണ്ട്. അപ്പോൾ അത് കൂട്ടി, അപ്പോൾ അവസാനം 1,54,000 ഫോണ് 3 മന്ത് എടുക്കുകയാണെങ്കിൽ 1,55,000 വരും. ആൻഡ് 6 മന്ത് എടുക്കുകയാണെങ്കിൽ 1,56,000 വരും. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ലാഭമാണ്, പക്ഷേ ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി വീണ്ടും ഒരു EMI മിസ് ചെയ്താൽ ഏകദേശം 3,400 രൂപ എക്സ്ട്രാ വരും. ആൻഡ് ഇവിടെ ആണെങ്കിൽ 6 മാസത്തിനാണ് 2,300 എക്സ്ട്രാ വരും. ആ കാര്യം കൂടി ഓർത്ത് വെക്കണം. ഇതിപ്പം നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ. ഇനി നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ബജാജ് ഫിൻസർവ് EMI കാർഡ്. ഓക്കെ, ഇതൊരു ക്രെഡിറ്റ് കാർഡല്ല, ഇതൊരു ലോണല്ല, ഇതൊരു വേറെ തന്നെ സ്കീമാണ്. 12 മാസം നമ്മൾ ഇത്ര കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ GST ഇല്ല. ഇനി പ്രശ്നം എന്താണ്? പ്രോസസ്സിംഗ് ഫീ അല്ലെങ്കിൽ സ്കീം ഫീ എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ആമസോണിൽ പറയുന്നത് 0 ആണെന്ന്, പക്ഷേ 1,000 രൂപ വരെ വരാം. ഇത് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ 1 ടൈം ആയിരിക്കും കേട്ടോ. അവിടെയും ഒരു പൈസ വരുന്നുണ്ട്. ബാക്കിയുള്ള പോലെ GSTന് പകരം ഇവർ വേറെ സ്ഥലത്താണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയാൽ ആൻഡ് 1 ടൈം ഫീ ഇവിടെ ഉണ്ടാവും. ഇനി മിസ് ചെയ്താൽ വേറെ തന്നെ ഫീസ് ഉണ്ട്. ബജാജിൻ്റെ ഫിൻസർവ് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിക്കണം, കാരണം ഇതൊരു പ്രോപ്പർ ബാങ്ക് അല്ല, ഇതൊരു NBFC ആണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചാർജസ് വരിക. 450 to 600 ആണ്, പ്ലസ് PL ഇൻട്രസ്റ്റ് 3 to 4% മന്ത് ഓൺ ഓവർ ഡ്യൂ. അപ്പം നമ്മുടെ സെയിം ഇൻട്രസ്റ്റ് പോലെ തന്നെ ഉണ്ടാവും, പ്ലസ് അതിന് GST, പ്ലസ് നിങ്ങൾ എക്സ്ട്രാ ഒരു മിസ്സും കൂടി ചെയ്താൽ 1,200 to 1,800. എവിടെയൊക്കെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് തരുന്നു അവിടെയൊക്കെ അവരത് മേടിച്ചെടുത്തോളും വേറെ സ്ഥലത്ത് നിന്ന്. അത് ഉറപ്പാണ്, ഏതൊരു കമ്പനി അങ്ങനെയായിരിക്കും. ഇനി നോക്കിയാൽ പ്രോസസ്സിംഗ് ഫീ നോക്കിയാൽ 0 റുപ്പീസാണ് ആമസോണിൻ്റെ ഓഫറിൽ കാണിക്കുന്നത്. പക്ഷേ ബജാജിൻ്റെ ഷെഡ്യൂൾ തന്നെ കൊടുത്തിട്ടുണ്ട് 1,017 രൂപ. ചില സ്കീമുകളുണ്ടാവും. ആൻഡ് ഈ കാർഡ് EMI കാർഡ് കിട്ടണമെങ്കിൽ വേറെ ചാർജസ് കൊണ്ടും 530 രൂപ പ്ലസ് എന്താണ് 117 റുപ്പീസ് ആനുവൽ നമ്മൾ ഉപയോഗിച്ചില്ല. അങ്ങനത്തെ കുറച്ച് ചാർജ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബജാജ് EMI സ്കീമൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെ ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും അവർ പൈസ മേടിച്ചെടുക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളത് പ്രോപ്പറായി യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ബജാജ് ഫിൻസർവ് EMIൻ്റെ നോ കോസ്റ്റ് EMI ഡീലും കൂടി കണ്ടു. അവിടെയും ഇവിടെയൊക്കെ കോസ്റ്റ് ഉണ്ട്, പക്ഷേ അത് അപ്ഫ്രണ്ട് ആയിട്ട് കാണില്ല, നിങ്ങളുടെ ചാർജായിട്ടും 1 ടൈം ഫീ ആയിട്ടാണ് വരിക. ഇത് നമ്മുടെ 4th മെത്തേഡാണ്, ലാസ്റ്റ് മെത്തേഡാണ്. എങ്ങനെ നോ കോസ്റ്റ് EMI യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം, എപ്പോൾ ഉപയോഗിക്കണം, ആര് ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആൻഡ് ഇത് കഴിഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, എങ്ങനെ നോ കോസ്റ്റ് EMI നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വരാം. ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഓഫറല്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എപ്പോഴും ഉണ്ടാവണമെങ്കിൽ വല്ലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ വരുന്നെല്ലാം സെലക്ട് ചെയ്തു. 1,64,900 ഫോണാണ്. ഓക്കെ, ഇനി നമ്മുടെ ICICIൻ്റെ കാർഡിലൊരു ഓഫർ ഉണ്ട് കേട്ടോ. അപ്പം ആപ്പിൾ ഐഫോണൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ പൊതുവെ ഇങ്ങനത്തെ ഓഫർ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ICICI ബാങ്കിൽ ഈ ഓഫർ. ഇവിടെ നോക്കിയേ, ടോട്ടൽ സേവിങ്സ് 9,169. ഇത് പറഞ്ഞിട്ടാണ് നമ്മളെ ഷോപ്പ് കീപ്പർ പറ്റിക്കുക. 9,000 ഡിസ്കൗണ്ട് കിട്ടുന്നത്, നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ഇത് എത്ര ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കും. നിങ്ങൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. നോ കോസ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട്? 4,000 രൂപ കുറഞ്ഞിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 4,000 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് ആപ്പിൾ കുറച്ച് തരുന്നുണ്ട്. ആ 4,000 രൂപേൻ്റെ 18% GST നമ്മൾ അടയ്ക്കണം, ആ കാര്യം മറക്കരുത്. ഇവിടെ ICICIക്കാർ നിങ്ങൾക്കൊരു 5,000 റുപ്പീസ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ആണെങ്കിൽ അപ്പോൾ കിട്ടുകയാണെങ്കിൽ അത് ഡിസ്കൗണ്ട് പോലെ തന്നെ കൂട്ടിക്കോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 5,000 രൂപ കിട്ടുന്നുമുണ്ട് ഈ കാർഡിൽ. ആൻഡ് നിങ്ങൾക്ക് 4,000 റുപ്പീസ് നിങ്ങളുടെ നോ കോസ്റ്റ് കട്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി കോസ്റ്റ് എന്താ വരുന്നത്? 1,64,900 ഫോണിന് 1,59,000 വരുന്നുണ്ട്. അതിൻ്റെയും ഞാൻ നിങ്ങൾക്ക് കണക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിന് നമുക്ക് ഷീറ്റിലേക്ക് വരാം. 1,64,900 ഫോണാണ്, 5,000 റുപ്പീസ് ക്യാഷ് ബാക്ക് വന്നു. ഈ കഥയിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഐഫോണിൻ്റെ വില ആമസോണിൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി ആമസോണിൽ നിന്ന് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാൻ പറയുന്നത് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഐഫോണൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്കീം വരികയാണെങ്കിൽ ഇതാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 3 മന്ത് നോ കോസ്റ്റ് ഉണ്ട്, 6 മന്ത് ഉണ്ട്. ഇതാണ് നോ കോസ്റ്റ് EMI വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചു തന്നു, അതിൻ്റെ GST ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1,64,900 ഫോണിൽ ഈ GST ആൻഡ് ക്യാഷ് ബാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പൈസ എത്രയാണ്? 1,60,000. ഓക്കെ, 4,900 കുറഞ്ഞ് കിട്ടി. ഇവിടെ നോ കോസ്റ്റ് EMI ഒരു നല്ല ഓപ്ഷനാണ്, കാരണം 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, 750 രൂപ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം. പക്ഷേ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം, കാരണം 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 6 മന്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1,200 അടയ്ക്കണം. പക്ഷേ 5,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഇടുന്നുണ്ട്, അതും കുഴപ്പമില്ല. 1,61,000 ഉപയോഗിക്കാം. ഈ നാലാമത്തെ സ്കീമിൽ പറഞ്ഞപ്പോൾ മാത്രം നമുക്ക് നോ കോസ്റ്റ് EMI ഉപയോഗിക്കുന്നതിന് കാര്യമുണ്ട്. അത് നോ കോസ്റ്റ് ഉള്ളതുകൊണ്ടാണോ? അല്ല, അതിന് വേറെ എക്സ്ട്രാ സേവിങ്സ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നല്ലത്. ഇനി നമുക്കറിയേണ്ടത് നോ കോസ്റ്റ് EMI ആര് ഉപയോഗിക്കണം? 2 ടൈപ്പ് ആൾക്കാരാണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് EMI ആയിട്ട് വേണം. ഓക്കെ, നിങ്ങൾക്കൊരു 1.5 ലക്ഷത്തിന് ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കാര്യമുണ്ട്, ആൻഡ് നിങ്ങൾക്ക് അത് വാങ്ങിച്ചാൽ കുടുങ്ങില്ല, ആൻഡ് അതിന് EMI എല്ലാ മാസം അടയ്ക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും ആലോചിക്കണം, ഈ ഫൈൻ 2,000-3,000 രൂപ ഓരോ
മാസം വന്നാൽ പ്രശ്നമാവോ എന്ന് ആലോചിക്കണം. ആൻഡ് നിങ്ങൾക്ക് ഈ EMI എപ്പോഴും മാറ്റി വെക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടോട്ടൽ EMIs എന്ന് പറഞ്ഞാൽ മാസം സാലറീൻ്റെ 15% താഴെ ആവണം. ഓക്കെ, മാക്സിമം പോയി 20%. 1 ലക്ഷം സാലറി ഉള്ള ആൾക്കാണ് 20,000 റുപ്പീസ് വരെ EMI എടുക്കാൻ പറ്റുക. അതൊരു EMI അല്ല, കാറും ഫ്രിഡ്ജും TVയും ഫോണുകളുടെ ടോട്ടൽ EMI ആയിരിക്കണം 20% താഴെ. ബാക്കിയുള്ളത് സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ ഡെയിലി നീഡ്സിന് ആവശ്യം വരും. അപ്പോൾ 20% താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ വീണ്ടും ആലോചിക്കേണ്ടത് ഈ ഫൈൻ വന്നാൽ ഭയങ്കര പൈസ ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ ഇത് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം രൂപേൻ്റെ ഫോൺ വാങ്ങിക്കാനുള്ള പൈസ അപ്ഫ്രണ്ട് ഉണ്ട്, ക്യാഷ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സേവിങ്സ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടെങ്കിൽ നോ കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പം ഈ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ സേവിങ്സോ എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടില്ല. 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടി അല്ലെങ്കിൽ 3,000 രൂപ ഡിസ്കൗണ്ട് കിട്ടി, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലോ, അത് ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ വെക്കരുത്. അത് നിങ്ങൾ എന്തെങ്കിലും ഷോർട്ട് ടേം അസറ്റിൽ കൊണ്ടിടണം. ഫോർ എക്സാമ്പിൾ FD ഒരു മോശമില്ലാത്ത ഓപ്ഷനാണ്. നിങ്ങൾക്ക് അവിടെ 5 to 6% കിട്ടുകയാണെങ്കിൽ ആ പൈസ വെറുതെ ഇരിക്കുന്നതിന് പകരം ഐഫോണിലേക്ക് പോകുന്നതിന് ലാപ്ടോപ്പിന് പോകുന്നതിന് പകരം നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂട്ടാൻ പറ്റും. ഇനി ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ചില പ്രത്യേക തരം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഷോർട്ട് ടേമിലും ഗെയിൻ തരുന്നത്. ഓഫ് കോഴ്സ് ഭയങ്കര 10 to 20% ഒന്നും കിട്ടില്ല. നിങ്ങൾ ചാടി കയറിയിട്ട് സ്മോൾ ക്യാപ്പിലോ ലാർജ് ക്യാപ്പിലോ ഒന്നും ഇടരുത്. കാരണം നിങ്ങൾ 1.5 ലക്ഷം ഐഫോണിന് പകരം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആൻഡ് അതിങ്ങനെ മെല്ലെ മെല്ലെ EMI ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ 6 മാസം കഴിയുമ്പോൾ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചെടുക്കുന്നുള്ള ഒരു അസംഷനിൽ അത് പ്രത്യേക മ്യൂച്വൽ ഫണ്ട്സിൽ ഇടണം. ഓക്കെ, അതിനെപ്പറ്റി മൊത്തം പഠിപ്പിച്ചു തരുന്ന മ്യൂച്വൽ ഫണ്ട്സ് മെയ്ഡ് ഈസി എന്നുള്ള കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6 hours മ്യൂച്വൽ ഫണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഇങ്ങനത്തെ സിനാരിയോയിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നത്, ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണമെന്നും ആൻഡ് ഈ 6 months കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ആ പൈസ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണുന്ന ഫസ്റ്റ് 100 ആൾക്കാർക്ക് നോ കോസ്റ്റ് 20 എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ 20% ഓഫ് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ആൻഡ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നോ കോസ്റ്റ് 20 എന്നുള്ള കോഡ് ഉപയോഗിക്കുക, നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അതോടെ നോ കോസ്റ്റ് EMIൻ്റെ മൊത്തം കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ആ ഇൻട്രസ്റ്റ് ഹിഡൻ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് 18% GST വരും. ആ കാര്യം മറക്കരുത്. അപ്പോൾ ചെറിയ പൈസ കൂടും. ആരും ഇത് ഉപയോഗിക്കണം. നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് ആൻഡ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്ക് എക്സ്ട്രാ സേവിങ്സോ എക്സ്ട്രാ ക്യാഷ് ബാക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ആൻഡ് ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങളത് ഉപയോഗിക്കുമ്പം നിങ്ങൾ ആ പൈസ വേറെ പാർക്ക് ചെയ്ത് വെക്കുന്നതിന് പകരം നിങ്ങൾക്കത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ പ്രത്യേകതരം മ്യൂച്വൽ ഫണ്ടാണ്. അതിനെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. താഴെ ലിങ്ക് ഉണ്ട്. നോ കോസ്റ്റ് 20 എന്നുള്ള കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. സോ വീണ്ടും നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത് നോ കോസ്റ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഇഫ് പോസിബിൾ ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളെ പറ്റിക്കാനോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ അവരറിഞ്ഞിരിക്കണം ഇങ്ങനത്തെ ഒരു ചാർജ് ഉണ്ടെന്നുള്ള കാര്യം. താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം.